പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി അശ്വതി നക്ഷത്രം. എല്ലാ രംഗത്തും അഭിവൃദ്ധിയും ശുഭപ്രതീക്ഷയും ഉണ്ടാകും. കലാരംഗത്ത് പുതിയ കൂടിച്ചേരലുകൾ വന്നുചേരും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. കാര്യങ്ങൾ അനുകൂലമാകും. പ്രയത്നങ്ങൾ സഫലമാകും. ദാമ്പത്യ ജീവിതം സമാധാനപൂർണ്ണമാകും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകും. ബന്ധുജനങ്ങളെ കണ്ടുമുട്ടും. വിദേശത്തു നിന്നും ശുഭവാർത്തകൾ ശ്രവിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ഭാര്യാഗുണം ഉണ്ടാകും. സന്താനങ്ങൾ മൂലം സന്തോഷം ലഭിക്കും. കലാമത്സരങ്ങളിൽ വിജയം പ്രാപ്തമാകും. ബന്ധുക്കൾ ശത്രുക്കളാകുന്ന അവസ്ഥ വന്നുചേരും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. സ്വയം തൊഴിൽ സ്ഥാപനത്തിന് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പ്രണയ സാഫല്യം ഉണ്ടാകും. കൂർമ്മബുദ്ധിയും നൂതന പദ്ധതികൾ നടപ്പിലാക്കുവാനും സാധിക്കും. ഭാവി കരുപ്പിടിപ്പിക്കും. സ്ത്രീ സുഖം ലഭിക്കുന്നതായിരിക്കും. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. വിദേശത്തു നിന്നും ശുഭവാർത്തകൾ കേൾക്കുവാൻ ഇടവരും. ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. അനുകൂലമായ വിവാഹബന്ധം വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. നിർമ്മാണ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സാമ്പത്തികമായ സഹായം അനുവദിച്ചു കിട്ടും. സഹോദരങ്ങളും ബന്ധുക്കളും സഹായിക്കുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. ദാമ്പത്യ സുഖം ഉണ്ടാകും. വിദ്യാവിജയം. സാമ്പത്തിക കാര്യങ്ങളിൽ സമാധാനം. പ്രയത്നത്തിന് തക്ക പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും. അടുത്ത മകം നക്ഷത്രമാണ്. സംസാരം വളരെയധികം നിയന്ത്രിക്കണം. ചിന്തയിലുണ്ടാകുന്ന സംഗതികൾ പ്രായോഗികമാക്കുവാൻ നന്നേ ബുദ്ധിമുട്ടും. സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരുടെ ആശീർവാദങ്ങൾ ലഭിക്കും. വിദേശവാസം ഗുണപ്രദമായിരിക്കും. വ്യാപാര കാര്യങ്ങളിൽ അഭിവൃദ്ധി. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ദുരിതങ്ങൾ, ബദ്ധപ്പാട്, പങ്കുകച്ചവടത്തിൽ നഷ്ടം, ഭൂമി വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങൾ എന്നിവ അനുഭവത്തിൽ വരും. അടുത്തത് അത്തം നക്ഷത്രമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഉയർച്ച പ്രകടമാകും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. സമാധാനവും അതുപോലെ തന്നെ സന്തോഷവും കുടുംബത്തിൽ നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. അടുത്ത ചോദ്യ നക്ഷത്രമാണ്. ലളിതകലകളിൽ താല്പര്യം പ്രകടിപ്പിക്കും. പുതിയ അവസരങ്ങൾ വന്നു ചേരും. ബന്ധുക്കൾ ശത്രുക്കളാകുന്ന അവസ്ഥ ഉണ്ടാകും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. സേവനപരമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും. പുതിയ സംരംഭങ്ങൾ തുടക്കം കുറിക്കുന്നതായിരിക്കും. ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ജോലി കൂടുതലും അലച്ചിലും ഉണ്ടാകും. ശത്രുദോഷം അനുഭവത്തിൽ വരാം. ഉദ്യോഗസ്ഥലത്ത് അധികാരം പ്രകടിപ്പിക്കേണ്ടി വരും. സന്താനങ്ങൾ മൂലം കഷ്ടപ്പാടുകൾ വന്നു ചേരാം. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ഈശ്വരാധീനം ഉണ്ടാകും. തൊഴിൽ ഉയർച്ചയുണ്ടാകും. സ്ത്രീകൾക്ക് അംഗീകാരം ലഭിക്കും. ഉദ്ദേശ സംഗതികൾ നടപ്പിലാക്കുവാൻ സാധിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. സുഖാനുഭവങ്ങൾ, ഇഷ്ട ഭക്ഷണലബ്ധി, വിമർശിച്ചു കൊണ്ടിരുന്നവർ അനുകൂലമാകുന്ന അവസ്ഥ. അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്ക് ഗുണകരമായ ദിവസം. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. ബുദ്ധിപരമായി പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. യാത്രകൾ ശുഭകരമാകും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. സാമ്പത്തികമായി അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല എതിർപ്പുകളെയും അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. സമാധാനവും സന്തോഷവും കുടുംബത്തിൽ നിലനിൽക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക നിലയും തൃപ്തികരമായിരിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ദിവസമായിരിക്കും. ആദായത്തിൽ നിന്നും വളരെയധികം ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. കൂടാതെ തന്നെ സന്താനങ്ങൾ നിമിത്തം സുഖകരമായ ഒരു അവസ്ഥ വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ആരോഗ്യപരമായി അല്പം പ്രശ്നങ്ങൾ വന്നേക്കാം. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എത്രയും വേഗം ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതാണ്.
ധനച്ചിലവും ഉണ്ടായേക്കാം. അടുത്തത് പുരുരുട്ട നക്ഷത്രമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരും. ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പല കാര്യങ്ങളിലും അമിതമായ താല്പര്യം മൂലം പ്രശ്നങ്ങൾക്ക് കാരണമാകും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകുന്നതായിരിക്കും. ജോലിക്കുള്ള അറിയിപ്പുകളും മറ്റും ലഭിക്കുന്നതായിരിക്കും. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാൻ സാധിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. പ്രണയകാര്യങ്ങളിൽ മികച്ച ഫലം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നിലയും തൃപ്തികരമായിരിക്കുന്നതാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.